ഭഗവത് പ്രിയരായ ഭക്തവിശ്വാസികൾക്ക് വിനയപൂർവം നമസ്കാരം. രാമായണ പാരായണം തുടരുകയാണ്. കഴിഞ്ഞ ഭാഗം ഗൗതമാശ്രമത്തിൽ ശ്രീരാമദേവന്റെ സാന്നിധ്യം വിവരിക്കുന്ന സന്ദർഭമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിമനോഹരിയായ അഹല്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി സ്വർഗാധിപതിയായ ഇന്ദ്രൻ മോഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാസന്ദർഭത്തിലാണ് കഴിഞ്ഞ ഭാഗം നിർത്തിവെച്ചത്. കാമം കൊണ്ട് അന്ധനായിത്തീർന്ന ഇന്ദ്രൻ യാതൊരു ധർമ്മബോധവുമില്ലാതെ അഹല്യയെ പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. 22-ാമത്തെ ഭാഗം വായിച്ചു തുടങ്ങുകയാണ്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നാരായണായ നമോ 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 നാരായണായ നമോ. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു സതമകൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനുമതിനിപ്പോ അന്തരം കൂടാതെ അന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടജാന്തരേ പരവശാൽ. സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തീലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേബുധൂ പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തുമൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം. പറയായികൾ ഭസ്മമാക്കുവാനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി. സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം. നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങളെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമം പുക്കപ്പോൾ അഹല്യയും വേബുധൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചരേ. ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം. ദുഷ്കൃതമുടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരേ, ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാധപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനു മനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും.
നിന്തിരു മലരടിച്ചന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി. ഇനി ഇത്രയും വായിച്ചതിൻ്റെ സാമാന്യമായ അർത്ഥങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ശതമഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. കാമഭ്രാന്ത് കൊണ്ട് അന്ധനായിത്തീർന്ന ഇന്ദ്രൻ അന്തരാത്മനി വിബുധേന്ദ്രനു മതിനിപ്പോൾ അന്തരം കൂടാതെയൊരന്തരമെന്തെന്നോർത്തു. തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ എന്താണ് ഒരു വഴി എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട അന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാനുടജാന്തരെ പരവശാൽ. ഇന്ദ്രൻ ലോകേശാത്മജ സുത നന്ദനൻ ഗൗതമന്റെ രൂപം കൈക്കൊണ്ട് അന്ത്യയാമത്തിൽ ഗൗതമൻ സന്ധ്യാവന്ദനത്തിനായി പോയ നേരം പരവശതയോടുകൂടി ഗൗതമന്റെ പർണശാലയിലേക്ക് കയറി. ഭാരത ദർശനപ്രകാരം ഒരു ദിവസത്തെ 8 യാമങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒരു യാമം 3 മണിക്കൂറാണ്. ഒരു സൂര്യോദയത്തിന്റെ കൃത്യസമയം മുതൽ അടുത്ത സൂര്യോദയത്തിന്റെ കൃത്യസമയം വരെയുള്ള ഒരു ദിവസത്തെയാണ് 8 യാമങ്ങളായി തിരിച്ചിട്ടുള്ളത്. പകൽ 4 യാമങ്ങളും രാത്രി 4 യാമങ്ങളും. ഇതിൽ രാത്രിയിലെ അന്ത്യയാമത്തെ സരസ്വതീയാമം എന്നാണ് പറയുന്നത്. അതായത് ഏതാണ്ട് സൂര്യോദയത്തിന് മുന്നേ ഉള്ള 3 മണിക്കൂർ സമയം സരസ്വതീയാമമാണ്. സരസ്വതീയാമം തുടങ്ങി സൂര്യോദയത്തിന്റെ 48 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തത്തിലാണ് മഹർഷിമാരും യോഗിമാരും എല്ലാവരും സന്ധ്യാവന്ദനാദികളും ഈശ്വരോപാസനയും നടത്തുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദികളും ഈശ്വരോപാസനയും നടത്തുകയാണെങ്കിൽ ധിയോ യോന പ്രചോദയാത് എന്ന് ഗായത്രി മന്ത്രത്തിൽ പറഞ്ഞതുപോലെ ഇപ്രകാരം ചെയ്യുന്നവരുടെ ധിയെ അല്ലെങ്കിൽ ബുദ്ധി വളരെയധികം തെളിഞ്ഞതായിത്തീരും, ഉത്കർഷമായിത്തീരും, വളരെയധികം ആത്മബോധം വികസിക്കും. ജീവിതത്തിലെ ബഹുഭൂരിഭാഗം കഷ്ടപ്പാടുകളും ഇല്ലാതായിത്തീരും. ഗൗതമൻ സന്ധ്യാവന്ദനത്തിന് പോയ നേരം ഇന്ദ്രൻ ഗൗതമാശ്രമത്തിൽ പ്രവേശിച്ച് അഹല്യയെ പ്രാപിക്കുകയാണ്. സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു. അഹല്യയെ പ്രാപിച്ച് ഇന്ദ്രൻ ഗൗതമാശ്രമത്തിൽ നിന്നും പുറത്തു വന്ന സമയത്ത് ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്ന് കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് അതേസമയം ഗൗതമൻ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായിട്ടില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ. ബലാലപ്പോൾ ഗൗതമൻ വരുന്നതായി കണ്ടു. വിത്രസ്തനായി എത്രയും വേബുധൂ പൂണ്ടു നിന്നാൻ. ഗൗതമനെ കണ്ട ഉടനെ ഇന്ദ്രൻ ഭയന്നു വിറച്ചു. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. തൻ്റെ തന്നെ രൂപവുമായി വരുന്ന ഇന്ദ്രനെ കണ്ട് മുനീന്ദ്രൻ അതികോപിതനാവുകയും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലുചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി. ദുഷ്ടാത്മാവേ, നിൽക്ക്, നീ ആരാണ്? നീ എന്തിനാണ് എൻ്റെ രൂപം ധരിച്ച് വന്നിട്ടുള്ളത്? സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം. പറയായെങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ. എന്താണ് സത്യമെന്ന് ഉടനെ പറയുക, അതല്ലെങ്കിൽ നിന്നെ ഞാൻ ശപിച്ച് ഭസ്മമാക്കും. ചൊല്ലിനാൻ അതുനേരം താപസേന്ദ്രനെ നോക്കി. സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരൂവടി പൊറത്തുകൊള്ളേണമേ. ഭയന്നു വിറച്ച ഇന്ദ്രൻ തന്റെ അപരാധം ഏറ്റുപറഞ്ഞു. സ്വർലോകാധിപനായ കാമകിങ്കരനായ ഇന്ദ്രനാണ് ഞാൻ. മനസ്സിനുണ്ടായ മൂഢത്വം കൊണ്ട് ഞാൻ അപരാധം ചെയ്തുപോയി. നിന്തിരുവടി എന്നോട് ക്ഷമിക്കുമാറാവണം. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം. ഇത്രയും കേട്ടപ്പോൾ തന്റെ ക്രോധം സഹിക്കവയ്യാതെ ഗൗതമൻ ഇന്ദ്രനെ ശപിച്ചു.
നീ ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം നീ സഹിക്കുക. നീ സഹസ്രഭകനായി തീരട്ടെ. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകമ്പുക്കപ്പോൾ അഹല്യയും വേപുതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. ഇന്ദ്രനെ ശപിച്ച് ക്രോധത്തോടുകൂടി ഗൗതമൻ ആശ്രമത്തിനകത്തേക്ക് കയറി ഭയന്നു വിറച്ചു നിൽക്കുന്ന അഹല്യയെ കണ്ട് കോപത്തോടുകൂടി പറഞ്ഞു: കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചരേ, ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം. ദുഷ്ടമാനസയായ ദുരാചാരെ, ദുഷിച്ച വഴികളിലൂടെ നടക്കുന്ന നിന്റെ ദുർവൃത്തം വളരെ കഷ്ടമായിപ്പോയി. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധര മഹാവൃതം. കാമകിങ്കരെ, ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. അഹല്യ ചെയ്തുപോയ ദുരാചാരത്തിന് പ്രായശ്ചിത്തമായി ദുർധര മഹാവ്രതം അനുഷ്ഠിക്കാനാണ് ഗൗതമൻ വിധിക്കുന്നത്. നീ ഒരു ശിലാരൂപം കൈക്കൊണ്ട് ഈ ആശ്രമത്തിൽ രാമപാദസ്മരണയോടുകൂടി നീഹാരാതപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം മഞ്ഞും വെയിലും മഴയും കൊണ്ട് ഒരു ശിലാരൂപമായി ഇവിടെ ജീവിക്കുക. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ, കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇത്രയും മനോഹരമായിട്ടുള്ള എൻ്റെ ഈ ആശ്രമത്തിൽ യാതൊരുവിധ ജീവജാലങ്ങളും വരുന്നതല്ല. ഈ ഒരു ഏകാന്തതയിൽ നീ ശിലാരൂപമായി തപസ്സനുഷ്ഠിക്കുക. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പല ദേവവർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമദേവനും ലക്ഷ്മണനും ഈ വഴി വരികയും നിന്നിൽ ശ്രീരാമപാദസ്പർശനമുണ്ടാവുമ്പോൾ പാപങ്ങളെല്ലാം തീർന്ന് നീ പവിത്രയാക്കപ്പെടും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. ശ്രീരാമപാദസ്പർശനമേറ്റ് നീ തപസ്സിൽ നിന്നുണർന്ന് ശ്രീരാമദേവനെ കണ്ട് ഭക്തിയോടുകൂടി പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ സ്തുതിക്കുമ്പോൾ നിന്റെ പാപങ്ങളെല്ലാം കഴുകപ്പെടും. നീ പവിത്രമാനസയായി മാറും. അങ്ങനെ പവിത്രമാനസയായി തീർന്നു കഴിഞ്ഞാൽ എന്നെ ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്ത് മുനി ഹിമവൽ പാർശ്വം പുക്കാൻ. ഇത്രയും പറഞ്ഞ് ഗൗതമ മുനീന്ദ്രൻ ഹിമാലയത്തിലേക്ക് തപസ്സിനായിപ്പോയി. അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും. അന്നു മുതൽ രാമപാദാബ്ജ സ്മരണയോടെ രാമമന്ത്രധ്യാനത്തോടുകൂടി അഹല്യ ഇവിടെ തപസ്സിരിക്കുകയാണ്. ശിലാരൂപം പോലെ തപസ്സിരിക്കുകയാണ്. നിന്തിരു മലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ. ആ രാമപാദസ്പർശത്തിന്റെ മുഹൂർത്തം എനിക്കെന്നാണ് ഭഗവാനെ അനുഗ്രഹിക്കപ്പെടുക എന്ന ചിന്തയോടുകൂടി സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ. ആനന്ദസ്വരൂപനായ ഭഗവാനെ ഭക്തി നിറഞ്ഞ തപസ്സോടുകൂടി അഹല്യ ശിലാരൂപമായി വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞതിൽ ഒന്നു രണ്ട് കാര്യങ്ങൾ അല്പം കൂടി വിശദമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അഹല്യയോട് ശിലാരൂപത്തിൽ ദുർധര മഹാവ്രതം അനുഷ്ഠിക്കാൻ ഗൗതമൻ പറയുന്നത് ആ ഒരു വ്രതത്തിൻ്റെ കാഠിന്യവും അതിൻ്റെ മഹത്തായ ഫലവും അറിഞ്ഞുകൊണ്ടാണ്. ശിലാരൂപം കൈക്കൊണ്ട് തപസ്സു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ യാതൊരു സ്പന്ദനങ്ങളെയും യാതൊരുവിധ പ്രലോഭനങ്ങളെയും മഴയെയും വെയിലിനെയും മഞ്ഞിനെയും യാതൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ ഉള്ളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രസ്പന്ദന സ്മരണയിൽ മാത്രം മുഴുകിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നതിനെയാണ് ദുർധര മഹാവ്രതമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത്. ഏകാദശി വ്രതം, ഷഷ്ഠിവ്രതം, തിരുവാതിര വ്രതം, ശിവരാത്രി വ്രതം എന്നിങ്ങനെയുള്ള വ്രതങ്ങളെല്ലാം നാം അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയുന്നതിനു വേണ്ടിയാണ്. നമ്മുടെ ഓരോ കർമ്മങ്ങളിലും നമ്മുടെ ഓരോ ജീവിത സ്പന്ദനത്തിലും
ദൈവകാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കണം. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് രാമപാദസ്മരണ. രാമപാദസ്മരണ കൊണ്ട് ഇത്രത്തോളം സാധ്യമാണെങ്കിൽ നിത്യവും ആധ്യാത്മരാമായണം പാരായണം ചെയ്യുന്ന ഭക്തവിശ്വാസികൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നേടാവുന്നതാണ്. രാമമന്ത്രത്തിന്റെ രാമ എന്ന രണ്ടേ രണ്ടക്ഷരം കൊണ്ടാണ് രാമ എന്ന് ജപിച്ച് രത്നാകരൻ എന്ന കാട്ടാളൻ ഭാരത സംസ്കാരത്തിലെ ആദ്യ കവിയായ വാൽമീകിയായി തീർന്നത്. ആ വാൽമീകി എഴുതിയ രാമകഥ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും കോടാനുകോടി ജനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാമമന്ത്രത്തിന്റെ ശക്തിയാണ് നൂറ്റാണ്ടുകളായി തകർക്കപ്പെട്ട രാമക്ഷേത്രം അയോധ്യയിൽ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. കാശി വിശ്വനാഥൻ പോലും രാമമന്ത്രം ജപിക്കുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. രാമപാദസ്മരണയ്ക്കും രാമമന്ത്രത്തിനും അത്രമാത്രം പ്രാധാന്യമുണ്ട്. നിത്യവും രാമായണ പാരായണം തുടരുക എന്ന അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ പാരായണം ഇവിടെ നിർത്തുന്നു. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.